ശ്രീ ഗോപകുമാർ, ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതതല യോഗം ഒരു വശത്ത് ചേരുന്നു. കരസേനാ മേധാവി കശ്മീരിലെത്തുന്നു, ആലോചനകൾ നടത്തുന്നു, NIA പരിശോധനകൾ നടത്തുന്നു, തിരച്ചിലിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നു. പക്ഷേ ആക്രമണം നടത്തിയ ആ 4 ഭീകരർ, അത് 5 എന്നും പറയുന്നു. ആ ഭീകരരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്താണ് രാജ്യത്തിൻ്റെ ആശങ്ക ഇപ്പോൾ? നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് വളരെ വ്യക്തമായ പദ്ധതികളായി മുന്നോട്ട് പോവുകയാണ്. കാരണം 2019 ഒരു യൂണിയൻ ടെറിട്ടറി ആയതിനു ശേഷം കാശ്മീരിൽ പാകിസ്ഥാനോ അവരുടെ സ്പോൺസർ ചെയ്ത തീവ്രവാദികൾക്കോ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്താനോ അവിടെ അശാന്തി പടർത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാശ്മീരിലും ജമ്മുവിലുമെല്ലാം പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ശാന്തത കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ നോർമൽസി വന്നപ്പോൾ തന്നെ സമ്പദ്ഘടനയും മാറി, കൃഷിയും ടൂറിസവും വിനോദ മേഖലയുമെല്ലാം നന്നായിട്ട് പുഷ്ടി പ്രാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ 3 ദിവസം മുമ്പ് നിരപരാധികളായ സന്ദർശകർക്ക് നേരെ തീവ്രവാദികൾ വെടിയുയർത്തിയത്. അപ്പോൾ രാജ്യത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഇത് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യഹീനമായൊരു പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളതിൽ ഒരു ലോകാഭിപ്രായം തന്നെ നമുക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. 2 തരത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് തന്ത്രപരമായ നടപടികളാണ്, അത് നയതന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യും, വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കും. പാകിസ്ഥാന് സിന്ധ് നദീജല കരാറിൽ നിന്ന് ലഭിച്ചിരുന്ന ആശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ സമ്പദ്ഘടനയെ ബാധിക്കുമെന്നുള്ളതിന് തർക്കമില്ല. ബാക്കി എല്ലാ രീതിയിലും നമ്മളെടുത്ത നടപടികളെല്ലാം നമുക്കിനി ഒരു കോംപ്രമൈസ് ഇല്ല ഇക്കാര്യത്തിൽ. അത് ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശക്തമായ ഡെറ്ററൻസ്. ഈ ഡെറ്ററൻസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അഗ്രസീവായ ആക്രമണോത്സുകമായ ഒരു പ്രതിരോധമാണ് നമ്മൾ നടത്തുന്നത്. വെറുതെ പ്രതിരോധിക്കുകയല്ല, അതൊരു പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടുള്ള പ്രതിരോധമാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് എന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികൾ എവിടെയുണ്ടോ അവിടെ കയറി ആക്രമിക്കുക എന്നുള്ളതാണ്. അത് കാശ്മീരിലായാലും പാകിസ്ഥാനിലായാലും നമ്മളത് ടാർഗറ്റ് ചെയ്യണം. ഇത് പറയുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന മറ്റ് പല ഘടകങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ ആഭ്യന്തര സ്ഥിതി എത്ര മോശമാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ബലൂചിസ്ഥാൻ്റെ അവസ്ഥ, പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം, ആഭ്യന്തര കലാപം അവിടെ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് പട്ടാളം ഇത്തരം തീവ്രവാദം അതിർത്തി പ്രദേശങ്ങളിൽ ചെയ്യുന്നതും നുഴഞ്ഞുകയറ്റം വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധ തിരിക്കുന്നതാണ് എന്നുള്ള വിശകലനം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഡോക്ടർ ജി ഗോപകുമാർ, പക്ഷേ നോക്കൂ, ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ നമുക്കൊപ്പമാണ്. അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചു, അത് ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ. ഇപ്പോൾ ബ്രിട്ടന്റെ പിന്തുണയുമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ പക്ഷേ ഇരു രാഷ്ട്രങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് ഇന്ത്യ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ കൃത്യമായൊരു നിർദ്ദേശമായി അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ തീരുമാനം, അതിൽ വേൾഡ് ബാങ്ക് എടുക്കുന്ന നിലപാട് കൂടി ഒരു നിർണായകമായ കാര്യമാകില്ലേ? ആദ്യത്തേത് ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് പറഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥയിൽ ഒരു അന്താരാഷ്ട്ര സംഘടന ആയിപ്പോയതിലുള്ള ദുഃഖമാണ് നമുക്കുള്ളത്. അന്താരാഷ്ട്ര സംഘടന ഉക്രൈൻ യുദ്ധം നടക്കുമ്പോഴും പാലസ്തീനിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എത്രയോ പ്രാദേശിക യുദ്ധങ്ങളും സംഘടനയും നടക്കുമ്പോഴെല്ലാം വളരെ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുന്ന ഒരു സാഹചര്യമാണ്. അന്തർദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ലോകം ഒരു യൂണിപോളർ വേൾഡിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ഒരർത്ഥത്തിൽ കലുഷിതമായ സാഹചര്യമുണ്ടെങ്കിലും മൾട്ടിലാറ്ററൽ വേൾഡ് ലോകമാണ് കുറച്ചുകൂടി ബഹുമുഖ ലോകത്തിലേക്കാണ് രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇതിനകത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ പ്രശ്നമാകുമെന്ന്. കാരണം നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തന്ത്രപരമായി നമ്മൾ ഐക്യരാഷ്ട്രസഭയിലും ഇടപെടും. അതോടൊപ്പം തന്നെ പഴയ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി തുടരുന്നത് കൊണ്ട്
തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭ നമ്മളെ കൂടെ വേണം നിൽക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങളിത് 10-30 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കാശ്മീരിലെ സ്വതന്ത്ര പോരാളികളെന്നാണ് പറയുന്നത്. അവരുദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇന്ത്യൻ കാശ്മീരിലേക്ക് വന്ന് അവർ ഇവിടെ സ്വതന്ത്ര പോരാളികളെ നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ബോഷ്കായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 6 വർഷത്തിന് ശേഷം ഇതൊരു യൂണിയൻ ടെറിട്ടറിയായി മാറി. നമുക്ക് വ്യക്തമായ നിലപാടുണ്ട്. 370 ആർട്ടിക്കിൾ ദുർബലപ്പെടുത്തി. കാശ്മീർ ഇന്ന് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പ്രത്യേകിച്ച് അവിടെ മിലിറ്റൻസ് ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കിട്ടാനുമില്ല. ദേശീയ തലത്തിൽ ഒരുപാട് വികസനം അവിടെ കൊണ്ടുവന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവന്നു, പുതിയ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നു, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അവിടെ റോഡും മറ്റുമൊക്കെ നന്നായിട്ട് പുരോഗതി. ജനങ്ങൾക്കതിൻ്റെ ഗുണം മനസ്സിലാവുകയും അതിനോടൊപ്പം തന്നെ ടൂറിസം വിനോദ മേഖല വളരെ ശക്തമായി മുന്നോട്ട് വന്ന് അവിടുത്തെ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ ഇനിയാണ് വളരാൻ പോകുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് 2.5 കോടി ടൂറിസ്റ്റുകളാണ് ഈ കാശ്മീരിൽ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. അതാണ് ഒരു വ്യത്യാസം. ജനങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്ന 5-6 വർഷമായിട്ടുണ്ടായിരുന്ന നല്ല സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നുമുണ്ട്. അത് തകർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനെതിരെയുള്ള മുദ്രാവാക്യം അവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നത്.